വെൽക്കം ടു എസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് 2003 മുതൽ 2017 വരെ നടന്ന LDC എക്സാമുകൾ കേരളവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒന്നാം ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് വെച്ചാൽ ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് വെച്ചാൽ പാലക്കാട് ജില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞുള്ളൂ ഏറ്റവും വലിയ ജില്ല പാലക്കാട്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. അടുത്ത, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് വെച്ചാൽ കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ തൃശൂർ ചെറുതുരുത്തി. അങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക, ചെറുതുരുത്തി. കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന തൃശൂർ ചെറുതുരുത്തി. അടുത്ത, കേരളത്തിലെ വനഭൂമി ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് വെച്ചാൽ 29.10. 29.10. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 സ്ക്വയർ കിലോമീറ്റർ. അതിന്റെ ചതുരശ്ര മൈലിൽ പറയുകയാണെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. ക്ലിയർ? അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് വെച്ചാൽ വേമ്പനാട്ട് കായൽ. അടുത്ത, വെന്നീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ആലപ്പുഴ. ആലപ്പുഴയാണ് വെന്നീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ മട്ടാഞ്ചേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഏത് വർഷം എന്ന് വെച്ചാൽ 1940. അടുത്ത, കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം പീച്ചി. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ചെറുതുരുത്തി. അടുത്ത, കേരളത്തിന്റെ വനഭൂമി ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 29.10. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ, വെന്നീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. അടുത്ത, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം എന്ന് വെച്ചാൽ പീച്ചി. കേരള സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അടുത്ത, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മഴമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ആദ്യ കോളേജ് എന്ന് വെച്ചാൽ CMS കോളേജ് കോട്ടയം. അടുത്ത, കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 1.18%. അടുത്ത, കേരളത്തിലെ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. അടുത്ത, കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയെന്ന് വെച്ചാൽ 580 കിലോമീറ്റർ. എന്നാൽ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് ചോദിച്ചാൽ തെക്ക് വടക്ക് നീളം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 560 കിലോമീറ്റർ. ഓർത്ത് വയ്ക്കുക, രണ്ട് വ്യത്യാസമുണ്ട്. തീരദേശ ദൈർഘ്യമാണ് ഇത്, തെക്ക് വടക്ക് നീളം. ഓർത്ത് വയ്ക്കുക. അടുത്ത, വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം തെയ്യം. അടുത്ത, ഈ കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. ജനസംഖ്യ കൂടിയ കേരളത്തിലെ ജില്ല എന്ന് വെച്ചാൽ മലപ്പുറം. ഒന്നുകൂടെ നോക്കാം. കേരള സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മഴമുഴക്കി വേഴാമ്പൽ, കേരളത്തിന്റെ ആദ്യ കോളേജ് CMS കോളേജ് കോട്ടയം, കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 1.18%. കേരളത്തിന്റെ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ, എന്നാൽ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം തെയ്യം. കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം. ജനസംഖ്യ കൂടിയ കേരളത്തിലെ ജില്ല എന്ന് വെച്ചാൽ മലപ്പുറം. കൊല്ലം ജില്ലയിൽ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ പ്രദേശങ്ങളിൽ എന്തിനു പ്രസിദ്ധമാണ് എന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റ്, മോണസൈറ്റ് നിക്ഷേപങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ജില്ല എന്ന് വെച്ചാൽ കാസർഗോഡ്. അടുത്ത, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അടുത്ത, കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് ചോദിച്ചാൽ നിലമ്പൂർ. കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് തേക്ക്. അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. എന്നാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളയണി കായലാണ്. അടുത്ത, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്ന് വെച്ചാൽ ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത, സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. അടുത്ത, ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് എറണാകുളം. ഒന്നുകൂടെ നോക്കാം.
കൊല്ലം ജില്ലയിലെ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ പ്രദേശങ്ങൾ എന്തിനു പ്രസിദ്ധമാണെന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ് നിക്ഷേപം. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെന്ന് വെച്ചാൽ ഇടുക്കി. കേരളത്തിലെ തേക്ക് മ്യൂസിയം എവിടെ സ്ഥിതി എന്ന് വെച്ചാൽ നിലമ്പൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 6. അവസാനമായി നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. അവസാനമായി നിലവിൽ വന്നത് കണ്ണൂർ. ആകെ കോർപ്പറേഷൻ നിലവില് എത്രയാണ്? 6 കോർപ്പറേഷൻ. അടുത്ത കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യം. കഴിഞ്ഞ എക്സാമിന് പിയൂൺ അറ്റൻഡർ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. അടുത്ത കേരളത്തിൽ നിന്ന് പാർലമെന്റിലെത്തിയ ആദ്യ വനിത ലീല ദാമോദരൻ മേനോൻ. അടുത്ത കേരളത്തിലെ തനത് സംഗീത സമ്പ്രദായം സോപാന സംഗീതം. അടുത്ത ചോദ്യം കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം എന്ന് വെച്ചാൽ മുടിയാട്ടം. അടുത്ത ചോദ്യം മൂന്നാർ ഏത് ജില്ലയിൽ സ്ഥിതി എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ല. അടുത്ത AD അറബി സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ മാലിക് ദിനാറാണ്. അടുത്ത കേരളത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്ന സാമുദായിക സംവരണം നേടിയെടുത്തത് ഏത് പ്രക്ഷോഭത്തെ തുടർന്നെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഏറ്റവും അവസാനമായി നിലനിൽക്കുന്നത് കണ്ണൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരം ശ്രീകാര്യം. അടുത്ത ഈ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തിയ ആദ്യ വനിത ലീല ദാമോദരൻ. കേരളത്തിലെ തനത് സംഗീത സമ്പ്രദായം സോപാന സംഗീതം. കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം മുടിയാട്ടം. ഈ മൂന്നാർ ഏത് ജില്ലയിൽ എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയില്. മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിൽ എന്ന് വെച്ചാൽ എറണാകുളം ജില്ല. AD 644 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി എന്ന് വെച്ചാൽ മാലിക് ദിനാർ. അടുത്ത കേരളത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്ന സാമുദായിക സംവരണം നേടിയെടുത്തത് ഏത് പ്രക്ഷോഭത്തെ തുടർന്ന് എന്ന് വെച്ചാൽ നിവർത്തന പ്രക്ഷോഭം. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എന്ന് വെച്ചാൽ കോട്ടയം. അടുത്ത ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്ത വിശേഷണം ഏത് എന്ന് ചോദിച്ചാൽ അഷ്ടപതിയാട്ടം. അടുത്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുള്ള ജില്ല എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയാണ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ല എന്ന് വെച്ചാൽ വയനാട് ജില്ല. ആയുർവേദ ചികിത്സാ രീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസിക ആരോഗ്യ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ വയനാട് ജില്ല. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. അടുത്ത കൊച്ചി സർവകലാശാലയുടെ പ്രഥമ ചാൻസലർ ആരെന്ന് വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ. അടുത്ത കേരളത്തിലെ നിലനിന്ന ഏക മുസ്ലിം രാജവംശം എന്ന് വെച്ചാൽ അറക്കൽ രാജവംശം. അപ്പൊ ഒന്നുകൂടി നോക്കാം. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്ത വിശേഷണം ഏത് എന്ന് ചോദിച്ചാൽ അഷ്ടപതിയാട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ വയനാട്. ആയുർവേദ ചികിത്സാ രീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസിക ആരോഗ്യ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ മലപ്പുറം ജില്ല. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയെന്ന് വെച്ചാൽ വയനാട്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ സംസ്കൃത നാടക കലാരൂപം എന്ന് വെച്ചാൽ കൂടിയാട്ടം. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ ചാൻസലർ എന്ന് ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ. കേരളത്തിലെ നിലനിന്ന ഏക മുസ്ലിം രാജവംശം എന്ന് വെച്ചാൽ അറക്കൽ രാജവംശം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനും പല ഇതിലെ സെക്ഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭരണഘടന ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നദികളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. എല്ലാവർക്കും വിജയമാവട്ടെ. താങ്ക് യു.